നിനക്കൊന്ന് തുറന്നു പറഞ്ഞല്ലോ. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കും. അപ്പോൾ നമുക്കതൊരു സംശയവുമില്ലാതെ ഉറക്കെ പറയാം. പക്ഷെ ശത്രുക്കൾ നമുക്കെതിരെയും ഒരുപക്ഷെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം, ആർക്കെതിരെയും ഉന്നയിച്ചേക്കാം. യാതൊരു നിലക്കും ഈ പുഞ്ചിരിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ പ്രഭാഷണം ലോകത്തുടനീളം ആളുകൾ കേട്ടുകൊണ്ടിരിക്കാൻ ഒരു സംശയമില്ല, അതിൽ അങ്ങനെ ഒരു പദമില്ല. ഒരു സംശയമില്ല, അതിൽ അങ്ങനെ ഒരു പദമില്ല. ഞാൻ ആ പ്രഭാഷണം മുഴുവനായി കേട്ടു. അങ്ങനെ ഒരു പദം അതിലില്ല. പക്ഷെ അതാണ് അവർ ഉന്നയിച്ചത്. അവിടെ കൃത്യമായി ഇതാ ഇസ്ലാമിന്റെ ഈ മുഖം പ്രസന്നതയുടെ, എല്ലാവരോടും സന്തോഷകരമായി പെരുമാറുന്നതിന്റെ, ഒരാളോട് തന്റെ മാതാവോ പിതാവോ തന്റെ കുടുംബമോ മതം സ്വീകരിച്ചതിന്റെ പേരിൽ തന്നെ അങ്ങേയറ്റം അകറ്റി നിർത്തുന്ന ഘട്ടമുണ്ടായാലും നിങ്ങൾ അവരോട് അതെപ്പോഴാണ് പറഞ്ഞത്? നിങ്ങളെ അവർ അകറ്റി നിർത്തുകയും ദീനിലേക്ക്, അവരുടെ ആദർശത്തിന്റെ കാര്യത്തിലേക്ക് ബലാത്കാരമായി നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും നിങ്ങൾ അതിന് നിന്ന് കൊടുക്കേണ്ടതില്ല. പക്ഷേ നന്മയുടെ മുഖം നിങ്ങൾ അവരോട് പ്രതിപ്രവർത്തിക്കുകയും നന്മയുടെ സുന്ദരമായ മുഖത്തോടുകൂടി പെരുമാറുകയും ചെയ്യണമെന്ന് ഒരു മുസ്ലിം തന്റെ മുസ്ലിം സഹോദരനോട്, തന്റെ സാമൂഹ്യ ജീവിയോട് കാണിക്കേണ്ട മര്യാദകൾ പറഞ്ഞപ്പോൾ എന്താണ്? ആ മുസ്ലിങ്ങളോട് ചിരിക്കരുതെന്നും ആ പ്രസംഗത്തിലില്ല. ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടു. അങ്ങനെ അഷറഫും തയ്യാറാകണം, ഷമീറും തയ്യാറാകണം, ഫൈസൽ മുസ്ലിയാരും തയ്യാറാകണം. എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ ഒരു മുസ്ലിം സഹോദരനെ കുറിച്ചും അതും ഒരു സലഫി സഹോദരനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അല്ലേ? അതൊക്കെ സലഫിയത്തിൽ നിന്ന് പുറത്താണ്. നമ്മൾ നിങ്ങൾക്ക് വാദങ്ങൾ തുറന്നു വരണം. ഞങ്ങൾ സലഫിയത്തിൽ നിന്ന് പുറത്തുള്ള വാദങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതൊന്ന് പ്രാമാണികമായി അവതരിപ്പിക്കാൻ കൂടി ഫൈസൽ മുസ്ലിയാരെ വിളിക്കാൻ. ഇവർ സലഫിയത്തിൽ നിന്ന് പുറത്തു പോയാണോ എന്ന് പറയും. ചിലപ്പോൾ നിങ്ങളുടെ ചില നയങ്ങൾ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതവിടെ നിൽക്കട്ടെ. സലഫിയത്തിൽ ഞങ്ങൾക്ക് പുറത്താണെന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് തുറന്നു പറയണം. ഇനി അതുകൊണ്ട് തന്നെ അന്യായമായി ഈ സംഘടനാപരമായ സംഘടനാപരമായിട്ടില്ല, അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിർത്തണം. ഇനി അദ്ദേഹം തന്നെ പറയുന്ന മറ്റൊന്ന് നിങ്ങൾ കേൾക്കൂ. ഇതാ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു, അമുസ്ലിങ്ങളെ തങ്ങളുടെ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ സ്റ്റാഫായി നിശ്ചയിക്കരുതെന്ന് ഇവിടെ തീവ്രമായ ആളുകൾ പറയുന്നുവെന്ന്. പാടില്ല സഹോദരങ്ങളെ. പ്രവാചകൻ നിശ്ചയിച്ചതിന്റെ തെളിവ് അതേ പ്രഭാഷണത്തിൽ തന്നെ അയാൾ ഉദ്ധരിക്കുന്നുമുണ്ട്. പാടില്ല സഹോദരങ്ങളെ. പ്രവാചകൻ നിശ്ചയിച്ചതിന്റെ തെളിവ് അതേ പ്രഭാഷണത്തിൽ തന്നെ അയാൾ ഉദ്ധരിക്കുന്നുമുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ പ്രവാചകൻ തന്റെ ഹാദിമായി ഒരു കുട്ടിയെ നിശ്ചയിച്ചു. ഒരു ബാധ്യത കൂടി നമുക്കവിടെ ഉണ്ട്. നമ്മുടെ മതം അയാളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത. നിർബന്ധം ചെലുത്തേണ്ടതില്ല. ആ കുട്ടി മരിക്കുന്നത് വരെ പ്രവാചകനെ കണ്ടിട്ടുണ്ട്, പ്രവാചകന്റെ ആദർശം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ പിതാവും പ്രവാചകനെ മനസ്സിലാക്കിയിട്ടുണ്ട്. മരണാസനായി കിടക്കുന്ന ആ കുട്ടിയുടെ അടുത്തേക്ക് പ്രവാചകൻ കടന്നു ചെല്ലുന്നു. അത് നമ്മൾ നിർവഹിക്കേണ്ട അടിസ്ഥാനപരമായ ബാധ്യതയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 പിളർന്നുപോയ ഒരു ബഹുമാനനായ പണ്ഡിതൻ അന്ന് വിവാദപരമായി പറഞ്ഞത്, 25 വർഷമായി എന്റെ കാർ ഓടിച്ചു കൊടുക്കുന്ന ഒരു അമുസ്ലിം സുഹൃത്താണ്. ഇന്ന് വരെ ഞാൻ എല്ലാ പള്ളി ഉദ്ഘാടനങ്ങൾക്കും പോകും, ഞാൻ എല്ലാ മതപ്രഭാഷണങ്ങൾക്കും പോകാറുണ്ട്. പക്ഷെ ഇന്ന് വരെ ഞാൻ അയാളോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ഒരു ക്രെഡിറ്റായി അദ്ദേഹം എന്ന് പറഞ്ഞു. അന്ന് നമ്മൾ അത് തിരുത്തി. അത് ശരിയല്ല. ഇനി അദ്ദേഹം തന്നെ പറയുന്ന മറ്റൊന്ന് നിങ്ങൾ കേൾക്കൂ. നമ്മളെ പറ്റി ആളുകൾ തെറ്റിദ്ധരിച്ചൊരു മുസ്ലിമിനെ, താടി വെച്ച നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചൊരു മുസ്ലിമിനെ ഇവിടെയുള്ള എഴുത്തുകാരുടെയും മുസ്ലിം നാമധാരികളുടെ, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളുടെ മുജാഹിദ് പശ്ചാത്തലത്തിൽ നിന്നും വന്ന് ജീവിച്ച് വളർന്നിട്ടുള്ള മുസ്ലിം നാമധാരികളുടെ കുതന്ത്രപരമായ സമീപനം കാരണം താടി വെച്ചൊരു വിശ്വാസിയെ ഒരുപക്ഷെ ഇവൻ അടുത്ത കാലത്ത് പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു ബോംബായി മാറുമോ എന്ന ഭയത്തോടു കൂടിയാണ് ഇതര മതവിശ്വാസികൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന ബോധം നമുക്കുണ്ടാവണം. ആ ബോധം നമ്മുടെ താടിയുടെ നീളം കൂടുന്തോറും അവർക്ക് അങ്ങനെ ഒരു ഭീതി ഉണ്ടാകും. ആ ഭീതി കൊണ്ടുവരുന്നതിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒരു പരിധി വിജയിച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഇവിടെയുണ്ട്. അതിനെ എങ്ങനെ പരിഹരിക്കുമെന്നതിനാണ് ഈ ഹദീസ് സെമിനാർ ISM വിശ്വം അതിശക്തമായി ഇത്തരം വിഷയമാണ് നമ്മൾ ഇനി മുന്നോട്ട് കുറച്ച് ശക്തമായി തന്നെ തൗഹീദിനോടൊപ്പം പറയേണ്ടത് എന്ന. എന്താണ് ഇത്തരം പ്രചാരങ്ങൾ നടത്തുന്ന സുഹൃത്ത് റാബി പറഞ്ഞത്?
മുജാഹിദിന്റെ ആശയങ്ങളൊക്കെ കേട്ട് പഠിച്ചു വളർന്ന ആ തരത്തിലുള്ള കുതന്ത്രക്കാർ തന്നെയാണ് ഇത്തരം പ്രചാരവേലകൾ നടത്തുന്നു പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സന്തോഷം. അതിന്റെ ഇടക്ക് ഹക്കൊന്ന് ഇടയിലെങ്കിലും തുറന്നു പറയാൻ ചില സഹോദരങ്ങൾ ഉണ്ടായല്ലോ. അള്ളാഹു അവർക്ക് അതിനനുസൃതമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ.